മഞ്ജു വാര്യരെ നാണം കെടുത്താനോ? 17-ാം വയസ്സിൽ നാടുവിട്ടതിന്റെ പത്രവാർത്ത പ്രചരിക്കുന്നത്. 4 വയസ്സുള്ള കുട്ടി കുരുത്തക്കേട് കാണിക്കുമ്പോൾ പറയും 4-ാം വയസ്സിന്റെ നട്ടപ്രാന്താണെന്ന്. അതുപോലെ തന്നെയാണ് 17-ാം വയസ്സിന്റെ നട്ടപ്രാന്തും. അപ്പോൾ കാണുന്ന അത്ഭുതം സ്വന്തമാക്കിയില്ലെങ്കിൽ തന്റെ ജീവിതം തീർന്നെന്ന ഒരു ധാരണ വേട്ടയാടുന്ന കാലം. ആ കാലത്ത് നടന്ന ഒരു ദുരന്തത്തിന്റെ ഇരയായിരുന്നു ഒരിക്കൽ നമ്മുടെ മഞ്ജു വാര്യരും. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുൻപ് മഞ്ജുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ അമ്മ കൊടുത്ത പരാതി വാർത്തയായി പത്രത്തിൽ വന്നിരുന്നു. ന്യൂസ് ഇങ്ങനെ: കണ്ണൂർ മുൻ കലാതിലകവും സിനിമാ നടിയുമായ മഞ്ജു വാര്യരെ കാണാതായി. ചിന്മയ വിദ്യാലയത്തിൽ 11-ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിനിയായ മഞ്ജു മിനിഞ്ഞാന്ന് സ്കൂൾ വിട്ട് തിരിച്ചെത്തിയിട്ടില്ലെന്ന് മാതാവ് ഗിരിജ മാധവൻ കണ്ണൂർ ടൗൺ സർക്കിൾ ഇൻസ്പെക്ടർ ജോർജ് വർഗീസിനാണ് പരാതി കൊടുത്തത്. സല്ലാപം എന്ന ചിത്രത്തിൽ ദിലീപിനൊപ്പം മനോജ് കെ ജയന്റെ നായികയെ അഭിനയിക്കുകയും സാക്ഷ്യം എന്ന സിനിമയിൽ ചെറിയ റോൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. 93-ൽ തൃശൂരിലും 95-ൽ കണ്ണൂരിലും വെച്ച് നടന്ന സംസ്ഥാന യുവജനോത്സവത്തിൽ കലാതിലകമായിരുന്നു. ഈ പത്രവാർത്തയുടെ ഫോട്ടോ പകർപ്പാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ മഞ്ജുവിനെ നാണം കെടുത്താനായി പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് താരം നല്ല പക്വതയുള്ള, സമൂഹത്തിനോട് 100% കൂറ് പുലർത്തുന്ന അഭിനേത്രിയേക്കാൾ നല്ല സാമൂഹിക പ്രവർത്തകയാണ്. സർക്കാരിന്റെ പല നല്ല പ്രോജക്റ്റുകളുടെയും ബ്രാൻഡ് അംബാസിഡറാണ്. ഫിലിം കോർട്ട്. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ 1,00,000 കവിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വൈകിയോ? എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോർട്ട്.